നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ നോക്കുന്നതിന് മുന്നേ നമുക്ക് ഗലീലിയോൻ്റെ കുറച്ച് നിരീക്ഷണങ്ങളും അതൊന്ന് നോക്കണം. അപ്പോൾ ചലന നിയമങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. ഐസക് ന്യൂട്ടൻ മാത്രമല്ല, ഗലീലിയോയും ഇതിൽ കുറച്ച് നിരീക്ഷണങ്ങളൊക്കെ നടത്തി അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐസക് ന്യൂട്ടനാണ്. പക്ഷേ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയാണ്. അപ്പോൾ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൻ ആണെങ്കിലും അത് നിരീക്ഷിച്ചതും അതിനെക്കുറിച്ച് പഠിച്ചതും എല്ലാം ഗലീലിയോ ആണ്. അപ്പോൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളിൽ എന്ന് പറയുന്നത് ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയാണ്. ഗലീലിയോയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ്. അപ്പോൾ ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഗലീലിയോയുടെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകം ദ ലിറ്റിൽ ബാലൻസ്. അപ്പോൾ ചലന നിയമങ്ങളിൽ ഐസക് ന്യൂട്ടൻ മാത്രമല്ല, ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഗലീലിയോയുടെ കുറച്ചും കൂടി ഒന്ന് പഠിക്കാം. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗലീലിയോ ആണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗലീലിയോ ആണ്. ത്വരണം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, നമ്മളതിനെക്കുറിച്ച് ഉള്ള മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഗലീലിയോ ആണ്. 1609 അദ്ദേഹം സ്വന്തമായി ഒരു ടെലിസ്കോപ്പ് രൂപകൽപ്പന ചെയ്തു. അദ്ദേഹം 1609 രൂപകൽപ്പന ചെയ്തു. ചന്ദ്രൻ്റെ പ്രതലത്തിലെ ശൃംഗങ്ങളും ഗർത്തങ്ങളും മൗണ്ട്സ് ആൻഡ് ഡിപ്രഷൻസ് എന്ന് പറയും, സൂര്യകളങ്കങ്ങൾ, ശുക്രൻ്റെ വിവിധ ദശകൾ, കലകൾ എന്നിവ ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിച്ചു. അപ്പോൾ ചന്ദ്രൻ്റെ പ്രതലത്തിലെ ശൃംഗങ്ങളും മൗണ്ട്സും ഡിപ്രഷൻസും അതുപോലെ ഡാർക്ക് സ്പോട്ടും സണ്ണിലെ ഡാർക്ക് സ്പോട്ടും ഫേസസും ഇതെല്ലാം ടെലിസ്കോപ്പിലൂടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ദൂരദർശിനി ഉപയോഗിച്ചുള്ള തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും സാധിച്ചു. അപ്പം ടെലിസ്കോപ്പിലൂടെ നിരീക്ഷണങ്ങളിലൂടെ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളെ കണ്ടെത്തുന്നതിനും ഭ്രമണം തിരിച്ചറിയുന്നതിനും സാധിച്ചു. അതുപോലെ ശനിയുടെ വലയങ്ങളും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളും ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഗലീലിയോയുടെ രചിച്ച ആദ്യ ശാസ്ത്ര പുസ്തകം ഞാൻ പറഞ്ഞു ദ ലിറ്റിൽ ബാലൻസ് ആണെന്ന്. പിന്നെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ലെറ്റേഴ്സ് ഓൺ സൺ സ്പോട്സ്, ഡിസ്കേഴ്സ് ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്, ഇതെല്ലാം ഗലീലിയോയുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചേക്കാം. ഡയലോഗ് ഓൺ ദ 2 ചീഫ് വേർഡ് സിസ്റ്റം, ആകാശ നിരീക്ഷണങ്ങളെക്കുറിച്ചുള്ള സ്റ്റേറി മെസ്സഞ്ചേഴ്സ്, ഇതെല്ലാം ഗലീലിയോയുടെ പുസ്തകങ്ങളാണ്. സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേരനുപാതത്തിലാണെന്നും കണ്ടെത്തി. ത്വരണത്തിനെക്കുറിച്ച് പറയുക മാത്രമല്ല, സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂര സമയത്തിൻ്റെ വർഗത്തിൻ്റെ നേരനുപാതത്തിലാണെന്നും കണ്ടെത്തി. അപ്പോൾ സമത്വരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം, ഡിസ്റ്റൻസിൻ്റെ സമയത്തിൻ്റെ വർഗത്തിന് നേരനുപാതത്തിലാണെന്നും ആര് കണ്ടെത്തിയിട്ടുണ്ട്? നമ്മുടെ ഗലീലിയോ ഇതിനെക്കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം, രണ്ടാം ചലനം, മൂന്നാം ചലന നിയമങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗലീലിയോയുടെ നിഗമനങ്ങൾ എന്താണെന്നും കൂടി ഒന്ന് നോക്കാം. ഗലീലിയോയുടെ നിഗമനങ്ങളാണ്: ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന സഫല ബാല്യബലം 0 നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലും സമപ്രവേഗത്തിൽ ചലിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും തുടരുന്നു. വസ്തുക്കളുടെ ഈ അവസ്ഥയെ ജഡത്വം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ സഫല ബാഹ്യബലം എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ബാഹ്യബലം, സഫല ബാഹ്യബലം എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സഫല ബാഹ്യബലം എന്നാണ് അതിന് പറയുന്നത്. അത് 0 ആകുമ്പോൾ എന്താ? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു നിശ്ചലാവസ്ഥയിലും അതുപോലെ സമപ്രവേഗത്തിൽ ചലിക്കുന്ന വസ്തു സമപ്രവേഗത്തിലും ചലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കാത്ത അത്ര വരെ എന്താണ്? ആ
നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു നിശ്ചലാവസ്ഥയിലും, അതിനങ്ങനെ ഒരു ജഡത്വം എന്ന് പറയുന്നത് മാറ്റത്തിനുള്ളൊരു വിമുഖത, ഒരു മടിയാണ് അല്ലേ. നമ്മളിപ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തുടരാനുള്ള ഒരു ഇത്, മാറ്റത്തിനുള്ളൊരു വിമുഖതയാണ് എന്തെന്ന് പറയുന്നത്, ജഡത്വം. അപ്പോൾ ജഡത്വം കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ഗലീലിയോയുടെ നിഗമനങ്ങളിൽ നിന്നാണ് ജഡത്വം. ആ അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജഡത്വം എന്ന് പറയുന്നത്. എന്തവസ്ഥ? സമപ്രവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു അതേ അവസ്ഥയിലും ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന സഫല ബാഹ്യബലം പൂജ്യമാകുമ്പോൾ, അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് പൂജ്യമാകുമ്പോഴാണ് വസ്തു നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിലും സമപ്രവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തു സമപ്രവേഗത്തിലും തുടരുന്നത്. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ജഡത്വം എന്ന് പറയുന്നു. അപ്പോൾ ജഡത്വം എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് ചലന നിയമങ്ങളിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം എന്താണ്? സന്തുലിത ബലമാണ്. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം, ഇപ്പോൾ ആകെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 2 പേര് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. ഇവർ കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോഴ്സ് ഇയാൾ കൊടുക്കുന്നത് 1 ന്യൂട്ടനും ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടനും ആണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ചലിക്കുമോ? ഇല്ല. കാരണം ഇവർ രണ്ടുപേരും കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബലം തന്നെയാണ് കൊടുക്കുന്നത്, 1 ന്യൂട്ടൺ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് എന്ത്? സന്തുലിത ബലം എന്ന് പറയുന്നത്. ഒരു വസ്തു സന്തുലിത ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ആകെ ബലം അഥവാ പരിണത ബലം പൂജ്യമെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലം എന്താണ്? സന്തുലിത ബലമാണ്. ഇനി നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കാനോ ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനോ കഴിയാത്ത ബലത്തിനോ എന്താ പറയുക? സന്തുലിത ബലം എന്നാണ് പറയുക. ഇനി നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം സംഭവിക്കുകയും ചലനാവസ്ഥയിലുള്ള വസ്തുവിന് ചലനം ദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരികയോ ചെയ്യുന്ന ബലം അസന്തുലിത ബലം, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. അതെങ്ങനെയാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു, അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ബോർഡ് അങ്ങോട്ട് നീക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ് അല്ലേ. ഇതിന് ചലനം സംഭവിക്കണമെങ്കിൽ ഇവിടെ നിന്ന്